വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ കണ്ണിലിട്ടിട്ടുള്ള സാധനം നിങ്ങൾ കണ്ടു, അതെന്താ സംഭവം എന്നൊക്കെ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഡാർക്ക് സർക്കിളൊക്കെ നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് അത് ഉണ്ടാക്കാമെന്നൊക്കെ ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, എൻ്റെ കണ്ണിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. നല്ല ഡാർക്ക് സർക്കിളൊക്കെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് അധികമായാൽ ഭയങ്കര ഇരുണ്ട് പോലെയായിട്ട് ഉണ്ടാകും, നല്ല കറുകറുത്ത പോലെയായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്കിതൊക്കെ മായ്ച്ചു കളയാൻ വേണം. അപ്പോൾ ആദ്യം തന്നെ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ തണുത്ത വെള്ളമാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചാണ് കേട്ടോ. വെള്ളം നമ്മൾ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നന്നായിട്ട് ഫ്രീസായിട്ട് വന്നിട്ടില്ല, നമ്മുടെ ബോട്ടിലിൽ ആ വെള്ളം തന്നെയാണ്, പക്ഷേ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കണ്ണിലേക്ക് ഓരോ കണ്ണിൽ ഞാൻ 5 മിനിറ്റാണ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഒരു 10 മിനിറ്റ് ഇതേപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഡാർക്ക് സർക്കിളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് എല്ലാ ദിവസവും നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ ആയിക്കോട്ടെ, വൈകുന്നേരം ആയിക്കോട്ടെ, പിന്നെ രാത്രിയിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്ത് വെക്കാം. നല്ല ഡാർക്ക് സർക്കിളൊക്കെ നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടിൽ വെള്ളം ആക്കാൻ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് വെക്കുക. അത് തുണിയിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റും ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ സ്പൂണ് നമ്മൾ കണ്ണിലേക്ക് വെച്ച് കൊടുക്കുക. കണ്ണിൽ വെക്കണമെന്ന് വെച്ചാൽ ഫ്രീസ് ചെയ്തിട്ട് കണ്ണിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മുടെ ഡാർക്ക് സർക്കിളൊക്കെ നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് നന്നായിട്ട് ഉറങ്ങുന്ന സമയത്ത് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഒരു കണ്ണിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്ക് റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കോഫി പൗഡറാണ് എടുക്കുന്നത്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ തന്നെ എടുക്കണം, വേറൊരു കോഫി പൗഡറൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ ഒന്നാമത് നമ്മുടെ കണ്ണിൻ്റെ തിക്നെസ് എന്ന് വെച്ചാൽ അത്രക്കും ഒരു കട്ടിയില്ലാത്തൊരു തിൻ ലൈനാണ് നമ്മുടെ ഈ സ്കിന്ന് വരുന്നത് കണ്ണിൻ്റേത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ കോഫി പൗഡർ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തേനാണ്. അപ്പോൾ നാടൻ തേൻ ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഇത് ഞാൻ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള തേനാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് ഞാൻ മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ കണ്ണിന് ചുറ്റുമാണ് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കണ്ണിന് ചുറ്റുമാണ് ഇപ്പം നല്ല ഡാർക്ക് സർക്കിൾ വന്നിട്ടുള്ളത് തന്നെ. അപ്പോൾ ചില ആൾക്കാർക്ക് കണ്ണിന് താഴെ മാത്രമായിരിക്കും, അല്ലെങ്കിൽ കണ്ണിൻ്റെ പോളയമുള്ള മേലെ മാത്രമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ അവിടെ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ആഴ്ചയിൽ 2 ദിവസം മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ഈ പാക്ക് മാത്രമാണ് നമ്മൾ ആഴ്ചയിൽ 2 ദിവസം മാത്രം ഉപയോഗിച്ച് കൊടുക്കുന്നത്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കോഫി പൗഡർ നല്ല ബ്രൈറ്റ് ആകാൻ വേണ്ടിയിട്ട് ഈ ഡാർക്ക് സർക്കിളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ തേന് ഇത് നന്നായിട്ട് നമുക്ക് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. നല്ലൊരു ഹൈഡ്രേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഇതൊന്ന് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ടാണ് വാഷ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം വാഷ് കഴിഞ്ഞ ശേഷം നമുക്കൊരു ഐ ക്രീമാണ് അടുത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഐ ക്രീമിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ അലോവേര ജെല്ലാണ് എടുക്കുന്നത്. ഫ്രഷ് അലോവേര ജെല്ല് തന്നെ എടുക്കണം. അപ്പോൾ നമുക്കിത് ഡെയിലി നമുക്ക് റൊട്ടീനിൽ ചേർക്കാൻ പറ്റിയുള്ളൊരു ഐ ക്രീം തന്നെയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അലോവേര ജെല്ല് ഇപ്പോഴത്തേക്ക് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഐ ക്രീം ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ കുറച്ച് അലോവേര ജെല്ല് മാത്രമേ നമുക്ക് വേണ്ടൂ കേട്ടോ. ഭയങ്കര ഫ്രാഗ്രൻസാണ് നമ്മുടെ ഹിമാലയയുടെ അലോവേര ജെല്ലിന് തന്നെ കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ചൊരു അലോവേര ജെല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ നമുക്ക് വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂളാണ്. അപ്പോൾ ഒരു 3-4 തുള്ളി വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂളിൽ ആ ജെല്ല് ഈ ഒരു ഓയിൽ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ ഇതുപോലെ നല്ലൊരു പേസ്റ്റ് രൂപത്തിലായിട്ട് കിട്ടും, ഒരു നല്ലൊരു ക്രീമായിട്ടുള്ള കിട്ടും. അപ്പോൾ ഇത് കണ്ണിന് ചുറ്റും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങിയാൽ മാത്രം മതി. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോൾ ഇതുപോലത്തെ പാക്കുകൾ മാത്രം ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നന്നായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യണം, അതേപോലെ വെള്ളം കുടിക്കുകയും ചെയ്യണം. എന്നാലേ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ 3 പാക്കും കൂടി ട്രൈ ചെയ്യേണ്ടത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കാം കേട്ടോ. സംഭവം അടിപൊളി പാക്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യാം. പറ്റാ ബൈ ബൈ.